ഏറ്റവും കൂടുതൽ പുരോഗമന ഇടം എന്നറിയപ്പെടുന്ന സ്ഥലങ്ങളാണ് സിനിമാ ലോകവും അതുപോലെ എൻ്റർടൈൻമെൻറ്റ് ലോകമൊക്കെ. അവിടെയാണ് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ഫാൻസും ഉള്ളത്, സമ്പത്തും എല്ലാം അവിടെയാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ സ്ത്രീയെ ഒബ്ജക്റ്റിഫൈ ചെയ്തതിൻ്റെ പ്രത്യാഘാതങ്ങളും സെക്ഷലി ഹറാസ്മെൻറ്റുകളും ഒക്കെ അത്തരം സ്ഥലങ്ങളിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചില ആളുകൾ പറയും, ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിട്ടുണ്ടല്ലോ, എന്നിട്ട് അവരുടെ പ്രധാനമന്ത്രി പദം വിജയിച്ചിട്ടുണ്ടല്ലോ. അപ്പം മറുപടി ഏറ്റ് പറയും, ഇന്ദിരാഗാന്ധിയാണല്ലോ എമർജൻസി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്, അത് അവരുടെ പരാജയമാണ്. അപ്പം ഈ വിജയപരാജയം അല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മൂഡ് സ്വിങ്സ് വരുമ്പോൾ സ്ത്രീകൾ ചിലപ്പോൾ വളരെ ഇമ്പൾസീവായിട്ട് പെരുമാറും. അത് ആണുങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം, അത് ആണുങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം എന്നൊക്കെ പറയുന്നതാണ്. അപ്പോൾ ഇത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. പ്രസവാവധി കൊടുക്കുന്നു, മെൻസസിൻ്റെ അവധി കൊടുക്കുന്നു, ഇതൊക്കെ നമ്മൾ ആഘോഷിക്കുന്നു. അതേസമയം അവരെന്നെ പറയുന്നു സ്ത്രീക്ക് പരിഗണനയല്ലേ വേണ്ടത്, തുല്യതയും അധികാരമാണ് വേണ്ടത്, അവരെന്നെ പറയുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഒരു കോൺട്രഡിക്ഷൻ ഉണ്ട്. കുടുംബം, ജസ്റ്റേഷൻ പീരീഡ്, ലാക്ടേഷൻ പീരീഡ്, ആർത്തവ പീരീഡ്, ഈ സമയത്തൊക്കെ സ്ത്രീ ദുർബലയായിരിക്കും, സ്വാഭാവികമാണ്. ആഗ്രഹിച്ചത് മുഴുവൻ കിട്ടിയാലും നമുക്ക് നിരാശ വരും, കാരണം പിന്നെ നമുക്ക് ആസ്വദിക്കാൻ കഴിയില്ല. ആഗ്രഹിച്ചത് മുഴുവൻ കിട്ടിയാൽ നമ്മുടെ ആസ്വദിക്കാനുള്ള ശേഷി നഷ്ടപ്പെടും. അപ്പോൾ ഏതെങ്കിലും ഒരു പരിധിയിൽ വെച്ച് ആഗ്രഹങ്ങൾ നിർത്തുകയും ഉള്ളത് കൊണ്ട് സന്തോഷത്തോടെ ജീവിക്കാനുള്ള മാനസികമായ ശേഷി, സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആർജിക്കുകയും ചെയ്താൽ വ്യക്തി ജീവിതവും കുടുംബജീവിതവും ഒരുപോലെ സുഖകരമാവും. പരമാവധി സമയം പ്രസവിക്കാതെയും സൗന്ദര്യം കളയാതെയും സൗന്ദര്യം ഇടിഞ്ഞു പോകാതെയും പിടിച്ചു നിൽക്കുക, എന്നിട്ട് കമ്പനികൾക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കുക. ഇപ്പോൾ ഒരു ഭാര്യ വാട്സപ്പിലോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്ഥിരം കുറേ സമയം ചിലവഴിക്കുന്ന ഒരു ഭാര്യയാണെന്നുണ്ടെങ്കിൽ, കുടുംബക്കാരും ഫ്രണ്ട്സൊക്കെ ടൂർ പോകുന്നതൊക്കെ അവൾ കാണുന്നുണ്ടെങ്കിൽ, അതിൻ്റെ സ്റ്റോറിയും സ്റ്റാറ്റസൊക്കെ അവൾ കാണുന്നുണ്ടെങ്കിൽ, സ്വാഭാവികമായിട്ട് അവൾ ഭർത്താവിൽ സമ്മർദ്ദം ചെലുത്തും, നമുക്കും പോവാം. പിന്നെ അവർക്ക് ലേജർ ടൈം കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനവർ പേ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കുടുംബം, സമൂഹം, ലിംഗനീതി എന്നീ ആധുനിക ചർച്ചകളിൽ എന്നും ചർച്ചയാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഇസ്ലാമിക സംജ്ഞമാണ് കിവാമ എന്നുള്ളത്. ലിബറൽ വാദികൾ പുരുഷാധിപത്യത്തിൻ്റെയും സ്ത്രീ വിരുദ്ധതയുടെയും അടയാളമായി കണക്കാക്കപ്പെടുന്ന കിവാമ ഇന്നത്തെ സാഹചര്യത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രസ്തുത വിഷയത്തിൽ ഇന്ന് നമ്മോട് സംവദിക്കാനെത്തിയിട്ടുള്ളത് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി സ്റ്റഡി ഓഫ് ഉസൂലുദ്ദീൻ ഡീനും അതുപോലെ തന്നെ സർവോപരി നാസ്തിക ഇസ്ലാമിക ചർച്ചകളിലെ സജീവ സാന്നിധ്യവുമായ ഉസ്താദ് റഷീദ് ഉദവി ഏലംകുളം അവറുകളാണ്. ഉസ്താദിനെ ഹാർദവമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. ആദ്യം തന്നെ ചോദിക്കാനുള്ളത്, കിവാമ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ. കിവാമ എന്ന ആശയത്തെ എങ്ങനെയാണ് നാം പൊതുസമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കേണ്ടത്? അതിൻ്റെ ശറഈപരമായ അർത്ഥവും ഭാഷാപരമായ അർത്ഥവും എന്താണ് ഞാൻ മനസ്സിലാക്കേണ്ടത്? കിവാമ എന്ന് പറഞ്ഞാൽ മേൽനോട്ടം എന്നാണ് അർത്ഥം. വിശുദ്ധ ഖുർആനിലെ സൂറത്തു നിസായിലെ 34-ാമത്തെ ആയത്തിൽ നമുക്ക് കാണാം, റിജാലു ഖവാമുന അലൻ നിസ, സ്ത്രീകളുടെ മേൽനോട്ടക്കാരാണ് പുരുഷന്മാർ. അപ്പോൾ അതാണ് അതിൻ്റെ ബേസിക്. അപ്പോൾ ക്ലാസിക്കൽ തഫ്സീറിൽ ആ ടേമിനെ കുറിച്ച് ചർച്ച ചെയ്ത എല്ലാ ആളുകളും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അതിനെ വിശദീകരിക്കുന്നുണ്ട്. അതിൻ്റെ പല രീതികളും, വിശദീകരിക്കുന്ന പല രീതികളും മെത്തേഡുകളൊക്കെ നമുക്ക് കാണാം. ഖവ്വാം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ പല ട്രാൻസ്ലേഷനും അതിന് വന്നിട്ടുണ്ട്. അതിലേറ്റവും റീസണബിളായ ട്രാൻസ്ലേഷനായിട്ട് നമുക്ക് തോന്നിയത് മെൻ ആർ ഇൻ ചാർജ് ഓഫ് വുമൺ, സ്ത്രീകളുടെ കാര്യങ്ങൾ നോക്കി നടത്തേണ്ട ചാർജ് പുരുഷനെയാണ് അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് സ്ത്രീ പുരുഷൻ്റെ ഹെഡ്ഷിപ്പ് അംഗീകരിക്കുക എന്നുള്ളതാണ്, അതാണ് കുടുംബ വ്യവസ്ഥയുടെ ആണിക്കല്ല് എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ലോകവീക്ഷണം. അപ്പോൾ അവിടെ സ്ത്രീ ആത്യന്തികമായി അനുസരിക്കുന്നത് പുരുഷനെ അല്ല, അള്ളാഹുവിനെയാണ് എന്നുള്ളത് കൂടിയാണ്. പുരുഷനും തന്നെ ആത്യന്തികമായി അനുസരിക്കുന്നത് സ്ത്രീയുടെ ആഗ്രഹങ്ങളെയോ മറ്റോ അതുമല്ല, അതും അള്ളാഹുവിനാണ്. സ്ത്രീയും പുരുഷനും ഒരേ സമയം അള്ളാഹുവിന് വഴിപ്പെടുക, അതേസമയം ഭൂമിയിലെ ഭൗതികമായ കാര്യങ്ങളുടെ നേതൃത്വം പുരുഷനെ ഏൽപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏതൊരു സംവിധാനത്തിനും ഒരു ഹെഡ് വേണമല്ലോ, ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷനും ഒരു ഹെഡ് വേണം. ഇസ്ലാമിൻ്റെ ലോകവീക്ഷണ പ്രകാരം പിന്നെ സമൂഹത്തിൽ കുടുംബമാണ് ഒരു ബേസിക് യൂണിറ്റ്. മനുഷ്യൻ സാമൂഹിക ജീവിയാണ്. ആ സാമൂഹിക ജീവിതത്തിൻ്റെ ബേസിക് യൂണിറ്റ് കുടുംബമാണ്. കിൻഷിപ്പ് എന്ന് ആന്ത്രപ്പോളജിയിലും സോഷ്യോളജിയിലൊക്കെ പറയാറുണ്ട്. അത് മനുഷ്യരിൽ എന്തെങ്കിലും നിലക്കുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും അടിസ്ഥാനപരമായിട്ട് കാണപ്പെടുന്നത് പിന്നെ എന്തെങ്കിലും ഒരു രീതിയിലുള്ള ഒരു ബോണ്ട് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആ ബോണ്ട് നമുക്ക് കാണപ്പെടുന്നത് ഫാമിലിയൽ ബോണ്ടാണ്. അല്ലാതെ പിന്നെ ആദർശപരമായിട്ട് ചേർന്ന് നിൽക്കാറുണ്ട് മനുഷ്യന്മാർ, രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി ചേർന്ന് നിൽക്കാറുണ്ട്, മറ്റു പല കാര്യങ്ങൾക്ക് വേണ്ടിയും ചേർന്ന് നിൽക്കാറുണ്ട്. പക്ഷേ സഹജമായി ചേർന്ന് നിൽക്കാനുള്ള പ്രവണത മനുഷ്യ സമൂഹം കാണിക്കുന്നത് പൊതുവെ കുടുംബത്തോടാണ്. അങ്ങനെ ആകുമ്പോൾ കുടുംബം ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ആ ഇൻസ്റ്റിറ്റ്യൂഷന് ഒരു ഹെഡ് വേണം എന്നുള്ളതാണ്. അത് വളരെ ലളിതമായൊരു യുക്തിയാണ്.
എല്ലാവർക്കും മനസ്സിലാക്കാവുന്ന ആ ഹെഡിനെ പുരുഷൻ ആയിട്ട് നിയമിച്ചിരിക്കുകയാണ് ഇസ്ലാം ചെയ്തിട്ടുള്ളത്. അപ്പോൾ പുരുഷന് ഇതിന് ഉത്തരവാദിത്തമുണ്ട്. സ്വാഭാവികമായിട്ടും ഉത്തരവാദിത്തം എന്ന് പറയുമ്പോൾ അത് ഖിവാമ എന്ന് പറയുമ്പോൾ അതിന് ഉത്തരവാദിത്തമായിട്ടാണ് കാണേണ്ടത്, അല്ലാതെ ഒരു പ്രിവിലേജ് ആയിട്ടല്ല. ഇസ്ലാമിൽ അധികാരം എന്നുള്ളത് ഒരിക്കലും ഒരു പ്രിവിലേജ് അല്ല. അധികാരം ഉത്തരവാദിത്തമാണ്, കുറച്ച് പ്രയാസമുള്ള പണിയാണ്. അപ്പോൾ പുരുഷൻ തീർച്ചയായിട്ടും അതിൽ എന്തെങ്കിലും വീഴ്ച വരുത്തിയാൽ തീർച്ചയായിട്ടും അള്ളാഹുവിനാൽ ചോദ്യം ചെയ്യപ്പെടും എന്ന ഒരു എത്തിക്കൽ ഫൗണ്ടേഷനിൽ നിന്നുകൊണ്ടാണ് പുരുഷൻ സ്ത്രീയോട് വർത്തിക്കേണ്ടത്. അല്ലാതെ അവൻ്റെ കാര്യങ്ങളൊക്കെ നടപ്പാക്കാനുള്ള ഒരു ഡൊമസ്റ്റിക് സംഭവമായിട്ടല്ല സ്ത്രീയെ കാണേണ്ടത് എന്നുള്ളതാണ്. പക്ഷേ അധികാരം ആസ് സച്ച്, അധികാരം എന്ന വാക്ക് ഉച്ചരിക്കുമ്പോഴേക്കും അത് ഒപ്രഷനാണ് എന്നുള്ളത് ഒരു ലിബറൽ കാഴ്ചപ്പാടാണ്. അതേസമയം ഈ ലിബറലിസം തന്നെ അതിൻ്റെ രാഷ്ട്രീയ രൂപമായ നാഷണൽ സ്റ്റേറ്റിന് സർവ്വ അധികാരങ്ങളും കൊടുക്കുകയും ആ അധികാരം ഉപയോഗിച്ച് നാഷണൽ സ്റ്റേറ്റ് എല്ലാവരെയും അരിഞ്ഞു മുറുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ അധികാരം ആർക്കും അങ്ങനെ പ്രശ്നമാക്കാറില്ല. അപ്പോൾ നാഷണൽ സ്റ്റേറ്റ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ, അതിന് ഒരു അധികാരി ഉണ്ട് എന്നുണ്ടെങ്കിൽ, അതിനൊരു അധികാരമുണ്ട് എന്നുണ്ടെങ്കിൽ മനുഷ്യരുടെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും അധികാരം വേണം. അധികാരം എവിടെയുണ്ടോ അത് മുഴുവൻ ഒപ്രഷന് വേണ്ടിയാണ് എന്നുള്ള ഒരു സമവാക്യം ഇസ്ലാമിനകത്തില്ല. പൊതുവേ അതൊരു ലിബറൽ കൺസ്ട്രക്റ്റ് ആണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് അവരൊരു തെറ്റിദ്ധാരണ കൂടിയാണ്. അതിനെക്കുറിച്ച് വെസ്റ്റേൺ ഫിലോസഫേഴ്സ് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അധികാരം എവിടെ ദുഷിക്കുന്നുവോ അവിടെ അത് ഇടപെടേണ്ടതും പരിഹരിക്കേണ്ടതുമാണ്, അതിൽ സംശയമല്ല. അതാണ് ഖിവാമ എന്നുള്ളത്. നമ്മൾ മൊത്തത്തിൽ പറയാന്നുണ്ടെങ്കിൽ സ്ത്രീയും പുരുഷനും ഒരു കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഒരു മെക്കാനിസമാണ് ഖിവാമ. അതുപോലെ തന്നെ ഉസ്താദ് പറഞ്ഞു വെച്ച വാക്കുകളെല്ലാം വളരെ സ്പഷ്ടമാണ്. ഇന്നത്തെ പൊതുവേദികളിലെ പല ചർച്ചകളിലും നമുക്ക് കാണാൻ സാധിക്കും, പല ചർച്ചകളിലും പറയുന്നുണ്ട് കിവാമ എന്നത് പുരുഷാധിപത്യവുമായി ബന്ധപ്പെട്ടതാണ്, അഥവാ പാട്രിയാർക്കി. കിവാമയും പുരുഷാധിപത്യവും ഒരേ ആശയമാണോ, അല്ലെങ്കിൽ അവ രണ്ടും രണ്ട് ആശയത്തെയാണോ സംവാദിക്കുന്നത്? പുരുഷാധിപത്യം എന്നുള്ളതിൻ്റെ ഇംഗ്ലീഷ് വാക്കാണ് പാട്രിയാർക്കി. അപ്പോൾ പുരുഷന് ആധിപത്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചില കാര്യങ്ങളിൽ പുരുഷന് ആധിപത്യം ഉണ്ട്, ചില കാര്യങ്ങളിൽ സ്ത്രീക്ക് ആധിപത്യമുണ്ട്. അപ്പോൾ അത് പരസ്പരം അവകാശവും ഉത്തരവാദിത്വവുമായി വർത്തിക്കും. പുരുഷന് എന്തെല്ലാം കാര്യത്തിൽ സ്ത്രീയോട് ഉത്തരവാദിത്തം ഉണ്ടോ അത് മുഴുവൻ സ്ത്രീയുടെ അവകാശമാണ്. സ്ത്രീക്ക് എന്തെല്ലാം കാര്യത്തിൽ പുരുഷനോട് ഉത്തരവാദിത്തം ഉണ്ടോ അതെല്ലാം പുരുഷൻ്റെ അവകാശമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പുരുഷൻ്റെ പ്രൈവസി കീപ്പ് ചെയ്യൽ, വീടിനകത്തെ പിന്നെ പ്രൈവസി മറ്റു കാര്യങ്ങൾ കീപ്പ് ചെയ്യൽ, അത് സ്ത്രീയുടെ ഉത്തരവാദിത്തമാണ്, അത് പുരുഷൻ്റെ അവകാശമാണ്. പുരുഷന് ആവശ്യമുള്ള ലൈംഗികതക്കുള്ള അവസരം സൃഷ്ടിച്ചു കൊടുക്കൽ, അത് പുരുഷൻ്റെ അവകാശമാണ്, സ്ത്രീയുടെ ഉത്തരവാദിത്തമാണ്. ഭക്ഷണവും പാർപ്പിടവും വസ്ത്രവും കിട്ടുക എന്നുള്ളത് സ്ത്രീയുടെ അവകാശമാണ്, അത് പുരുഷൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഈ അർരിജാലു ഖവാമുന എന്നുള്ള ആയത്ത് വിശദീകരിക്കുമ്പോൾ ആ ആയത്തിൻ്റെ തുടർച്ചയിൽ പറയുന്നത് ബിമാ ഫദ്ദലല്ലാഹു ബഅദഹും അലാ ബഅദിൻ വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം എന്നാണ്. ചില ആളുകളെ അള്ളാഹു ചില ആളുകളെക്കാൾ പിന്നെ ശ്രേഷ്ഠരാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമല്ല പുരുഷനാണ് സ്ത്രീക്ക് വേണ്ടി ലൈവ്ലിഹുഡ് പ്രദാനം ചെയ്യുന്നത്, അതുപോലെ സാമ്പത്തികമായ സപ്പോർട്ടുകൾ ചെയ്യേണ്ട ഉത്തരവാദിത്തം പുരുഷനാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഒരാളുടെ ഉത്തരവാദിത്തം മറ്റൊരാളുടെ അവകാശമായി ഭവിക്കുന്നു എന്ന ഒരു മെക്കാനിസമാണ് അതിനകത്ത് പ്രവർത്തിക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ റാസിമാമ അതിനെ തഫ്സീറിൽ പറയുന്നുണ്ട് ഫക്ക അന്നമ ലാ ഫദ്ല അൽബത്ത. അങ്ങനെ ആകുമ്പോൾ സ്ത്രീക്ക് പുരുഷനേക്കാളും പുരുഷന് സ്ത്രീകളെക്കാളും എസെൻഷ്യലി ഒരു ഫദ്ലും ഇല്ല, ഒരു ശ്രേഷ്ഠതയില്ല. ഒരാൾക്ക് കിട്ടേണ്ടത് മറ്റാളെ ചുമതലപ്പെടുത്തുന്നു, മറ്റാൾക്ക് കിട്ടേണ്ടത് ഇയാളെയും ചുമതലപ്പെടുത്തുന്നു. ഇങ്ങനെയാണ് സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധം എന്ന് അവിടെ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, പുരുഷന് അധികാരമുണ്ടോ എന്ന് വെച്ചാൽ അധികാരമുണ്ട്. ഏത് വിഷയങ്ങളിൽ? പുരുഷൻ ഹെഡ് ചെയ്യുന്ന വിഷയങ്ങളിൽ. പക്ഷേ മറ്റു പല വിഷയങ്ങളിലും സ്ത്രീക്കും സ്ത്രീകളുടേതായ അധികാരങ്ങളുണ്ട്. പുരുഷൻ്റെ അടുത്തുനിന്ന് പുരുഷൻ ഒരു ചെറിയ ശമ്പളക്കാരനായ ജോലിയാണ്, ചെറിയ ശമ്പളമുള്ള ജോലിക്കാരനാണെന്ന് സങ്കല്പിക്കുക. സ്ത്രീക്ക് വലിയ സ്കിൽഫുള്ളായ ആളാണ് സ്ത്രീ, ഭാര്യ. അവൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റും, ഒരുപാട് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. എന്നുണ്ടെങ്കിലും ശരി, സ്ത്രീയുടെ അവകാശത്തിൽപ്പെട്ടതാണ് പുരുഷൻ സാമ്പത്തികമായി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത്. അവിടെ സ്ത്രീ എത്ര വെൽത്തി ആണെങ്കിലും ശരി, അങ്ങനെയാണ് അവിടെ നിയമം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പുരുഷാധിപത്യം എന്നുള്ളത് വെസ്റ്റ്
ഉൽപ്പാദിപ്പിച്ച അറിവിൻ്റെ ജ്ഞാനരൂപങ്ങളുടെ പശ്ചാത്തലത്തിൽ പുരുഷാധിപത്യം എന്ന വാക്കിനെ നമ്മൾ വായിക്കുമ്പോൾ അതിന് ഖിവാമയുമായിട്ട് ഏകോപിപ്പിക്കാൻ ഒരിക്കലും കഴിയില്ല. ഖിവാമ വേറെ തന്നെ ഒരു ഫങ്ഷണൽ സെറ്റപ്പാണ്. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം എന്നുള്ളത്, സ്ത്രീ പുരുഷ ബന്ധത്തെ ഇസ്ലാം അടിസ്ഥാനപരമായി എങ്ങനെയാണ് കണക്കാക്കുന്നത്? അധികാരബന്ധപ്പെടലുമായിട്ടാണോ, അതുമല്ലെങ്കിൽ പരസ്പരം ഉത്തരവാദിത്തത്തിന്റെ ബന്ധമായിട്ടാണോ? അതിനെക്കുറിച്ച് എന്താണ് ഉസ്താദിന് പറയാനുള്ളത്? അതെ, പരസ്പര ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുക എന്നുള്ള നിലക്കാണ്. പക്ഷേ ഫാമിലിയുടെ ഹെഡ് എന്നുള്ളത് പുരുഷനെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത് ആ ഉത്തരവാദിത്തം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഈ നിങ്ങൾ 3 പേര് യാത്ര പോകുമ്പോൾ അതിൽ ഒരാളെ നേതാവാക്കണം, അല്ലെങ്കിൽ 3 പേരും തമ്മിൽ അടിയാവും, സംഘർഷത്തിൽ ഏർപ്പെടും, ആ യാത്ര മുന്നോട്ട് പോകില്ല എന്നുള്ളതാണ്. ഇപ്പം നമ്മളൊരു 5-6 ആൾ ചേർന്നൊരു യാത്ര പോകുമ്പോൾ നമ്മൾ സ്വമേധയാ ഒരാളെ വിശ്വസിച്ച് ഏൽപ്പിക്കണം, എന്നിട്ട് അയാൾ ഹെഡ് ചെയ്യണം. അയാൾ പിന്നെ നമുക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അയാൾ ആ ഇൻസ്റ്റിറ്റ്യൂഷനെ ഹെഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ യാത്ര അവസാനം വരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകും. മനുഷ്യന്മാർ ഭൂമിയിൽ കൊണ്ടു നടക്കുന്ന എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയും സ്വഭാവം അതാണ്. അപ്പോൾ അതിൽ ഇസ്ലാം അത്ര ഇൻഡിവിജ്വലിസ്റ്റ് അല്ല. കുടുംബത്തിന് നന്മയ്ക്ക് വേണ്ടി, കുടുംബം എന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ നിലനിൽക്കാൻ വേണ്ടി സ്ത്രീ ആണെങ്കിലും ശരി പുരുഷനാണെങ്കിലും ശരി ചില സാക്രിഫൈസുകളൊക്കെ ചെയ്യേണ്ടി വരും. അതേസമയം അവകാശ ധ്വംസനവുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിന് കൃത്യമായ നിലപാടുണ്ട് താനും. അപ്പോൾ പക്ഷേ നമ്മുടെ മുസ്ലിം കുടുംബങ്ങളിലെ പല പ്രദേശങ്ങളിലെയും മുസ്ലിം കുടുംബങ്ങളുടെ ഒരു പ്രശ്നം, അവർ ഏത് കൾച്ചറിലാണോ ജീവിക്കുന്നത് ആ കൾച്ചറിൻ്റെ എല്ലാ സ്വഭാവങ്ങളും കുടുംബത്തിനകത്തേട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആളുകൾ സ്വാഭാവികമായിട്ടും അത് ഇസ്ലാമിൻ്റെ ഭാഗമാണെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് അലക്കിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ വസ്ത്രം ഇസ്തിരി ഇട്ടിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ മറ്റു ഭക്ഷണത്തിൻ്റെ രുചി പോരാതിരുന്നാലൊക്കെ ഭാര്യയെ ആക്ഷേപിക്കുക, ഭാര്യയെ അടിക്കുക, അല്ലെങ്കിൽ പിന്നെ ഭാര്യയെ അനാവശ്യമായിട്ട് ഉപദ്രവിക്കുക, തൻ്റെ അഭിപ്രായം ഭാര്യയുടെ വേണ്ടി അടിച്ചേൽപ്പിക്കുക, ഭാര്യ സമ്പാദിക്കുന്ന പണം തൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റാൻ പറയുക. അങ്ങനെ ഒരുപാട് ഭർത്താക്കന്മാർ ചെയ്യുന്നുണ്ട്. അത് വലിയ ആനക്കാര്യമായിട്ടാണ് അവർ ചെയ്യുന്നത്. ഭാര്യ സമ്പാദിക്കുന്നുണ്ടെങ്കിൽ അത് അവളുടെ ഔദാര്യം മാത്രമാണ്. സമ്പാദിച്ചിട്ട് ഭർത്താവിന് അവൾ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ അത് അവളുടെ ഔദാര്യം മാത്രമാണ്. പക്ഷെ ഭർത്താവ് സമ്പാദിക്കുന്നതിൽ തീർച്ചയായിട്ടും ഭാര്യയ്ക്ക് അവകാശമുണ്ട് എന്നുള്ളതാണ്. ഭാര്യ സമ്പാദിക്കുന്നതിൽ ഭർത്താവിന് യാതൊരു അവകാശമല്ല. അത് അവൾക്ക് വേണമെങ്കിൽ ഇഷ്ടം പോലെ ജീവിക്കാനുള്ളതാണ്, അവൾക്ക് ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് ജീവിക്കാനുള്ളതാണ്. ഇനി അവൾ വല്ല സപ്പോർട്ടും ഭർത്താവിന് ചെയ്യാന്നുണ്ടെങ്കിൽ അത് അവളുടെ ഔദാര്യം മാത്രമാണ്, അത് ഭർത്താവിൻ്റെ അവകാശമല്ല. ഇങ്ങനെയാണ് ഒരു സംഭവം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വ്യത്യാസം മനസ്സിലാക്കാതെ മറ്റു കൾച്ചറുകളിൽ നിന്നും പലതും മുസ്ലിങ്ങൾ പകർത്തിയപ്പോൾ അത് ഇസ്ലാമിൻ്റെ ഭാഗമായിട്ട് തെറ്റിദ്ധരിക്കുകയും അതിനൊപ്പിച്ച് ഖുറാൻ്റെയും ഹദീസിൻ്റെയും ഒക്കെ സൂക്തങ്ങളെയും പാരമ്പര്യങ്ങളെയൊക്കെ വിശദീകരിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത കുറച്ച് കാലമായിട്ട് നമുക്കിടയിലുണ്ട്. സ്വാഭാവികമായിട്ടും എല്ലാ കാലത്തും അതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ നമ്മൾ അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്നും കൂടെയാണ്. അർ-റിജാലു ഖവ്വാമൂന അലൻ-നിസാ എന്ന ആയത്തിൽ ഓതി വെക്കപ്പെട്ടു. ഈ ആയത്ത് ഇന്നത്തെ സമൂഹത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം ഒരു സാഹചര്യത്തിൽ ഈ ആയത്തിന്റെ യഥാർത്ഥ ആശയം എന്താണ്? അതുപോലെ തന്നെ ബിമാ ഫളലല്ലാഹു ബഅദഹും അലാ ബഅദിൻ എന്ന ഭാഗം എങ്ങനെയാണ് ഞാൻ പൊതുസമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കുക? ബിമാ ഫളലല്ലാഹു ബഅദഹും അലാ ബഅദിൻ വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം എന്നാണ് അതിൽ പറയുന്നത്. അപ്പോൾ അവിടെ ബിമാ ഫളലല്ലാഹു റിജാല അലൻ നിസാഇ എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. പെണ്ണിനേക്കാൾ ആണിനെ ഉത്കൃഷ്ടരാക്കി, ശ്രേഷ്ഠരാക്കി എന്ന പ്രയോഗം ഖുർആൻ നടത്തുന്നില്ല. പകരം ചിലരേക്കാൾ എന്ന പ്രയോഗമാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ അത് ചില മുഫസ്സിരീങ്ങളൊക്കെ അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അൽ ബഹറുൽ മുഹീത്തിൻ്റെ മുഫസ്സിർ അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് അങ്ങനെ അബ്സേർഡായിട്ട് അവിടെ പറയാൻ കാരണം ലോകത്തുള്ള എല്ലാ ആണുങ്ങളും എല്ലാ പെണ്ണുങ്ങളെക്കാളും ഉന്നത പദവിയിലാണ് എന്ന് തോന്നാതിരിക്കാനാണ്. അവർ പരസ്പരം ഒരുമിച്ച് ജീവിക്കേണ്ടവരാണ്. അതേസമയം ചില ഉത്തരവാദിത്തങ്ങൾ ആണുങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്, ചില ഉത്തരവാദിത്തങ്ങൾ സ്ത്രീകൾക്കും കൊടുത്തിട്ടുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ് അങ്ങനെ ചിലരേക്കാൾ ശ്രേഷ്ഠരാക്കി എന്ന പ്രയോഗം നടത്തിയത് എന്ന് വിശദീകരിക്കുന്നത് കാണാം. അപ്പോൾ അങ്ങനെയാണ് ആ ആയത്തിനെ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം എന്നുള്ളത്, ഒരു പ്രശസ്തമാക്കപ്പെട്ട ഹദീസുണ്ട്, ലൻ യുഫല്ലിഹു ഖൗമും വല്ലൗ ഇംറഉം ഇംറഅതൻ എന്ന ഹദീസ്. ഈ ഹദീസ് ചരിത്രപരവും ഫിഖ്ഹ്പരവുമായ പശ്ചാത്തലം എന്താണ്? ഇന്നത്തെ സാഹചര്യത്തിൽ ഈ ഹദീസിനെ നമുക്ക് എങ്ങനെ വായിച്ചെടുക്കാൻ പറ്റും? ലൻ യുഫ്ലിഹു ഖൗമുൻ വല്ലൗ അംറഹും ഇംറഅതൻ, സ്ത്രീയെ അധികാരമേൽപ്പിച്ച ആളുകൾ വിജയിക്കുകയില്ല എന്നുള്ളതാണ്. അതാണ് ആ
റിപ്പോർട്ടിൻ്റെ ആ പ്രയോഗത്തിൻ്റെ അർത്ഥം ഇസ്ലാമിൽ സ്ത്രീകൾക്ക് പരമമായ അധികാരങ്ങളൊന്നും ഏൽപ്പിക്കരുത് എന്ന് പിന്നെ പണ്ഡിതന്മാരെ അതിനെ വിശദീകരിച്ച് കാണാം. സ്ത്രീകൾ ഒരു കാര്യം ഏറ്റെടുത്ത് ചെയ്താൽ നന്നാവില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. വിജയിക്കുകയില്ല എന്നാണ്. ഒരു 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 സമൂഹം വിജയിക്കുകയില്ല. ഭരണാധികാരങ്ങൾ സ്ത്രീയെ ഏൽപ്പിച്ച ഒരു സമൂഹം വിജയിക്കുകയില്ല എന്ന് പറഞ്ഞാൽ സ്ത്രീയോടുള്ളൊരു കെയർ തന്നെയാണ് അത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അതിനെ മിസ്കോട്ട് ചെയ്തിട്ട് മറ്റു പല ആവശ്യങ്ങൾക്ക് വേണ്ടി ലിബറലുകൾ ഉപയോഗിക്കാറുണ്ട്, പിന്നെ മതത്തിൻ്റെ ആളുകളും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ സ്ത്രീകളെ അധികാരങ്ങളെ ഏൽപ്പിച്ച് പ്രയാസപ്പെടുത്തുന്ന സമൂഹങ്ങൾക്ക് വിജയിക്കാൻ കഴിയില്ല. ആ ഏത് അധികാരമാണോ ഏൽപ്പിക്കുന്നത്, ഇപ്പോൾ പ്രധാനമന്ത്രിയാക്കി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആക്കി, ആ പരിപാടി വിജയിക്കൂല എന്നല്ല ഉദ്ദേശിച്ചത്. ഒരു ഇസ്ലാമിൽ വിജയം എന്ന് പറഞ്ഞാൽ അത് ദുനിയാവും ആഖിറത്തിലുള്ള വിജയം ചേർന്നതാണ്. അപ്പോൾ ദുനിയാവിലെ വിജയം പിന്നെ ആണുങ്ങൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ അത് ആണുങ്ങൾ തന്നെ വ്യക്തമായി ചെയ്യുകയും പെണ്ണുങ്ങൾ ചെയ്യേണ്ടത് പെണ്ണുങ്ങൾ ചെയ്യുകയും അങ്ങനെയൊക്കെ ചെയ്താലേ മാത്രമേ ആഖിറത്തിലും ദുനിയാവിലും വിജയം ഉണ്ടാവുള്ളൂ എന്നാണ് ഉദ്ദേശം. അപ്പോൾ അധികാരം ഏൽപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് കുറച്ച് വിശദമായിട്ട് പറയേണ്ടതുണ്ട്. സയ്യിദ് റംദാൻ ബൂത്തിയൊക്കെ പറയുന്നത് കാണാം, ടോപ്പ് ലെവൽ ഏറ്റവും സുപ്രീം അധികാരങ്ങൾ മാത്രമേ സ്ത്രീകളെ ഏൽപ്പിക്കാൻ പറ്റാത്തതുള്ളൂ. അതിന് മാത്രമേ ഇസ്ലാം നിരുത്സാഹപ്പെടുത്തുന്നുള്ളൂ. കാരണം സ്ത്രീ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ അടുത്ത് ഉയർന്നു വരുന്ന ഒരു കാര്യം, ഇപ്പോൾ സ്ത്രീകളുടെ മൂഡ് സ്വിങ്സ് വരുമ്പോൾ സ്ത്രീകൾ ചിലപ്പോൾ വളരെ ഇമ്പൾസീവായിട്ട് പെരുമാറും. അത് ആണുങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം, അത് ആണുങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം എന്നൊക്കെ പറയുന്നതാണ്. അപ്പോൾ ഇത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. സ്ത്രീകൾക്ക് അവരുടേതായ ചില ദൗർബല്യങ്ങളുണ്ട്. അത് തീർത്തും പ്രകൃതിപരമാണ്, അത് അവരിൽ അടിച്ചേൽപ്പിക്കുന്നൊന്നുമല്ല. അതിനെ മാനിച്ചുകൊണ്ട് ഇപ്പോൾ പ്രസവാവധി കൊടുക്കുന്നു, മെൻസസിൻ്റെ അവധി കൊടുക്കുന്നു, ഇതൊക്കെ നമ്മൾ ആഘോഷിക്കുന്നു. അതേസമയം അവരെന്നെ പറയുന്നു സ്ത്രീക്ക് പരിഗണനയല്ലേ വേണ്ടത്, തുല്യതയും അധികാരമാണ് വേണ്ടത്, അവരെന്നെ പറയുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഒരു കോൺട്രഡിക്ഷൻ ഉണ്ട് അതിനകത്ത്. അപ്പോൾ സ്ത്രീകൾ അവർക്ക് ശാരീരികമായും മാനസികമായും പല ഘട്ടങ്ങളിൽ, ഇപ്പോൾ ഗർഭകാലമാണെങ്കിലും ആർത്തവകാലമാണെങ്കിലും ലാക്ടേഷൻ്റെ മുലകുടി സമയമാണെന്നുണ്ടെങ്കിലും ഒക്കെ അവർക്ക് പൂർണ്ണമായിട്ടും മനസ്സും ശരീരവും കുഞ്ഞിന് വേണ്ടി, കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും വേണ്ടി സമർപ്പിക്കേണ്ട ഒരു ബയോളജിക്കൽ ക്ലോക്കാണ് സ്ത്രീകൾക്കുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ടോപ്പ് ലെവൽ അധികാരങ്ങളും അതിൻ്റെ സമ്മർദ്ദങ്ങളൊന്നും അവർക്ക് കൊടുക്കരുത് എന്നുള്ളൊരു കെയറാണ്, ഒരു റിലാക്സേഷനാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ്. ഇസ്ലാമിൻ്റെ ടോട്ടൽ വേൾഡ് വ്യൂ അതാണ്. ആ വേൾഡ് വ്യൂയുടെ വെളിച്ചത്തിൽ വേണം ഈ ഹദീസിനെ വായിക്കാൻ. ഈ ഹദീസ് ഒരു സിംഗിൾ റിപ്പോർട്ട് മാത്രമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണുങ്ങൾ ചെയ്യണം. ഇപ്പോൾ ജനാധിപത്യ സംവിധാനങ്ങളിൽ, ഇപ്പോൾ ഇന്ത്യയിൽ പല നാടുകളിൽ നമുക്ക് കാണാം സ്ത്രീകൾ സമരരംഗത്തിറങ്ങും. സ്ത്രീകൾ സമരരംഗത്തിറങ്ങുന്നതുകൊണ്ട് പോലീസിൻ്റെ വയലൻസ് കുറഞ്ഞു കിട്ടും എന്നുള്ളതാണ് ഒരു കാര്യം പറയൽ. രണ്ട് സ്ത്രീകളൊക്കെ ഇറങ്ങി എന്നുള്ളതുകൊണ്ട് തന്നെ അത് വിജയിക്കും എന്ന് അങ്ങനെയും പറയാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അതിൻ്റെ ഉത്തരവാദിത്വം പുരുഷന്മാർക്കാണുള്ളത്. സമരങ്ങൾ ചെയ്യാനും അടികൊള്ളാനും കാര്യങ്ങൾ വിജയിപ്പിച്ചെടുക്കാനുള്ള ഉത്തരവാദിത്വം ഇസ്ലാം പുരുഷന്മാർക്കാണ് കൊടുക്കുന്നത്. എന്നിട്ട് സ്ത്രീയെ അവരുടെ കരവലയത്തിനുള്ളിൽ ചേർത്ത് നിർത്തുക എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ഒരു രീതി. അപ്പോൾ അത്തരം ഇങ്ങനത്തെ ബയോളജിക്കലി അല്ലെങ്കിൽ മെൻ്റലി പല തരത്തിലും ദൗർബല്യങ്ങൾ ഉണ്ടാകേണ്ട സാഹചര്യങ്ങളിലൂടെ പോകുന്ന സ്ത്രീക്ക് ഉന്നതമായ അധികാര സ്ഥാനങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കരുത് എന്നാണ്. അപ്പോൾ ഇപ്പോൾ ഒരു നാടിൻ്റെ ഇമാം എന്നൊക്കെ പറയാലോ, നാടിൻ്റെ ഇമാം, ഒരു മുസ്ലിം ഭരണകൂടത്തിൻ്റെ ഇമാം, അതിൻ്റെ ഏറ്റവും ടോപ്പ് ലെവലായുള്ള ഒരു ഇമാം, അദ്ദേഹത്തിന് ഇപ്പോൾ ജിഹാദിന് നേതൃത്വം കൊടുക്കേണ്ട അദ്ദേഹമാണ്, യുദ്ധത്തിന് മുന്നിൽ നിൽക്കേണ്ട ആളാണ് അദ്ദേഹമാണ്. അതുപോലെ ഇപ്പോൾ രാജ്യത്തിനെതിരെ ശത്രുക്കളുടെ യുദ്ധം വരുമ്പോൾ സമാധാന കരാറൊക്കെ ലംഘിച്ച ആളുകൾ യുദ്ധം ചെയ്യുമ്പോൾ ഇമാമാണ് യുദ്ധത്തിന് നേതൃത്വം കൊടുക്കേണ്ടത്. അതുപോലെ ജുമുഅക്ക് നേതൃത്വം കൊടുക്കേണ്ടതും മഴയത്തേട് നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കേണ്ടതും ഒക്കെ ഇയാളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതൊന്നും സ്ത്രീക്ക് ചെയ്യാൻ കഴിയില്ല. ഇതിന്നൊക്കെ സ്ത്രീയെ ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്, ജുമുഅ ജമാഅത്തുകളിൽ നിന്ന് ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്, മറ്റു കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിവാക്കി കൊടുത്തിട്ടുണ്ട്. ഈ ഒഴിവാക്കലിനെ നമ്മൾ റിലാക്സേഷൻ ആയിട്ടാണ് കാണുന്നത്, റിലീഫായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമുക്ക് നിങ്ങളെ റിലീഫൊന്നും വേണ്ട, ഞങ്ങൾക്ക് തുല്യത മതി, ഞങ്ങൾക്ക് ഇത് മതി എന്നൊക്കെ പറയുന്ന ആളുകൾ തന്നെയാണ് ഇതേ റിലീഫ് ആർത്തവാവധിയായിട്ടും പ്രസവാവധിയായിട്ടൊക്കെ ചോദിച്ചു വാങ്ങുന്നത്. അപ്പോൾ ഈ റിലീഫ് തന്നെയാണ് ഇസ്ലാം അതിലൂടെ ഉദ്ദേശിച്ചുള്ളത്, അല്ലാതെ റിജക്ഷൻ അല്ല, അല്ലെങ്കിൽ എക്സംഷൻ അല്ല. സ്ത്രീകളെ ഒഴിവാക്കി അവരെ പിന്നെ അവർക്ക് അതിന് പറ്റൂല എന്നുള്ളൊരു പ്രഖ്യാപനമൊന്നുമല്ല. മാത്രമല്ല ഇപ്പോൾ നമുക്ക് ഈ ഹദീസൊക്കെ ഇസ്ലാമിൻ്റെ നോളജ് പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ടൊക്കെ കാണാം. ഒരുപാട് സ്ത്രീകളായ പിന്നെ പണ്ഡിതകൾ, അവരുടെ അടുത്ത് നിന്ന് ഇമാം ഷാഫി അടക്കം ഉള്ള ആളുകൾ സ്ത്രീകളായ പണ്ഡിതരിൽ നിന്ന് അറിവ് പഠിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് മുസ്ലിം ചരിത്രത്തിൽ, ഒരുപാട് മുസ്ലിം സാംസ്കാരിക നാഗരിക ചരിത്രങ്ങളിൽ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ സ്ത്രീയെ ഭരണാധികാരം ഏൽപ്പിക്കരുത് എന്ന് പറഞ്ഞാൽ
ചില ആളുകൾ പറയും, ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിട്ടുണ്ടല്ലോ, എന്നിട്ട് അവരുടെ പ്രധാനമന്ത്രി പദം വിജയിച്ചിട്ടുണ്ടല്ലോ. അപ്പം മറുപടി ആയിട്ട് പറയും, ഇന്ദിരാഗാന്ധിയാണല്ലോ എമർജൻസി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്, അത് അവരുടെ പരാജയമാണ്. അപ്പം ഈ വിജയപരാജയം അല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുടുംബം, ജസ്റ്റേഷൻ പീരീഡ്, ലാക്ടേഷൻ പീരീഡ്, ആർത്തവ പീരീഡ്, ഈ സമയത്തൊക്കെ സ്ത്രീ ദുർബലയായിരിക്കും, സ്വാഭാവികമാണ്. അപ്പോൾ അവരെ ഇത്തരം സമ്മർദ്ദങ്ങൾ ഏൽപ്പിക്കരുത് എന്നുള്ളത് പുരുഷന് ചെയ്യണം എന്നുള്ളതാണ്. പക്ഷെ സയ്യിദ് റമദാൻ ബൂത്തിയൊക്കെ പറയുന്നതിൻ്റെ ടോപ്പ് ലെവൽ കാര്യങ്ങൾ മാത്രമേ ഏൽപ്പിക്കാൻ പറ്റാത്തുള്ളൂ. അല്ലാതെയുള്ള ചെറിയ ചെറിയ അധികാര സ്ഥാനങ്ങളിലൊക്കെ സ്ത്രീകളുടെ കൂടി അഭിപ്രായങ്ങൾ പിന്നെ അറിഞ്ഞിട്ട് വേണം, അവരോട് കൂടി അഭിപ്രായം ചോദിച്ചിട്ട് വേണം ഭരണാധികാരികൾ മുന്നോട്ട് പോകാൻ എന്ന് അദ്ദേഹം വ്യക്തമായി പറയുന്നുണ്ട്. അതിന് ഉദാഹരണം പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുദൈബിയ സന്ധിയുടെ സമയത്ത് പിന്നെ ആ സന്ധി ഏകപക്ഷീയമായതുകൊണ്ട് നബി മക്കയിലേക്ക് പ്രവേശിക്കാതെ പിരിഞ്ഞു പോകാനുള്ള കൽപ്പന പുറപ്പെടുവിച്ചപ്പോൾ സ്വഹാബികൾക്ക് അത് അംഗീകരിക്കാൻ വളരെ പ്രയാസമായപ്പോൾ അദ്ദേഹം തൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ടെൻറ്റിലേക്ക് വന്നിട്ട് ഭാര്യയോട് പറയാണ്, ഇനി ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ ഭാര്യ അവിടുന്ന് കൗൺസിൽ കൊടുക്കുകയാണ്, നിങ്ങളാണ് പിരിഞ്ഞു പോകാനുള്ള തലമുണ്ടനം ചെയ്യുകയൊക്കെ നിങ്ങളാണ് ചെയ്താൽ മതി, അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ ചെയ്തോളും, അല്ലാതെ വേറെ വഴിയില്ല എന്ന് പറഞ്ഞു കൊടുക്കുകയും നബി അങ്ങനെ ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ആ സംഭവം ഉദ്ധരിച്ചിട്ട് ഹസൻ ബസരി തങ്ങൾ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങനെ ഭാര്യയോട് പോയിട്ട് അഭിപ്രായം ചോദിക്കേണ്ട ആവശ്യമില്ല, സ്വയം ചെയ്താൽ മതി. പക്ഷേ പിൽക്കാലത്ത് വരുന്ന ഭരണാധികാരികൾക്ക് സ്ത്രീകളോടും കൂടെയൊക്കെ അഭിപ്രായങ്ങൾ തേടണം എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ ചെയ്തതെന്ന് ഹസൻ ബസരി തങ്ങൾ പറഞ്ഞതായിട്ട് ഷാഫി ഇമാം ഉമ്മിൽ രേഖപ്പെടുത്തുന്നുണ്ട് എന്ന് സയ്യിദ് റമദാൻ ബൂത്തി തൻ്റെ മക്കാനത്തുൽ മർഅ എന്ന ഗ്രന്ഥത്തിൽ ഇതെല്ലാം കൂടി വിശദീകരിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ അധികാരങ്ങളൊക്കെ സ്വാഭാവികമായിട്ടും സ്ത്രീകൾക്ക് നൽകാം. അത് പിന്നെ ജനാധിപത്യ ഷൂറ എന്നുള്ളൊരു കൺസെപ്റ്റ് ഇസ്ലാമിലുണ്ടല്ലോ. അഭിപ്രായങ്ങൾ തേടുക എന്നുള്ളത് തീർച്ചയായിട്ടും ചെയ്യേണ്ടതാണ്. യുവാക്കളോടും സ്ത്രീകളോടൊക്കെ അഭിപ്രായങ്ങൾ തേടുക, അതിനെക്കുറിച്ച് വിശദമായ ചർച്ചകളുണ്ട്, അത് ചെയ്യേണ്ടതാണ്. പക്ഷേ ഈ ഫാമിലി ലൈഫ് എന്ന് പറയുമ്പോൾ സ്ത്രീകൾ പ്രത്യേകിച്ചും, ഇപ്പോൾ ഒരു സ്ത്രീ സിമ്പിളായിട്ട് ഉയർത്തി കാണിച്ചിരുന്ന ഒരാളായിരുന്നു ജസീൻഡ ആർഡേൺ, ന്യൂസിലാൻഡിൻ്റെ പ്രധാനമന്ത്രി. അവർ വളരെ വലിയൊരു സിമ്പിളായിട്ട് അവരെ ഉയർത്തി കാണിച്ചിരുന്നു. സ്ത്രീയാണ്, പിന്നെ സ്ത്രീകൾ ഭരണാധികാരം നടത്തുന്നു വിജയിക്കുന്നത് കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ആക്ച്വലി അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ ഓഫീസ് വിട്ടു, അവർ കുടുംബത്തെ കൂടെ സമയം ചെലവഴിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവർ പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് പിന്നെ അവർ പിന്മാറുകയാണ് ചെയ്തത്. അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ നമുക്കിടയിലുണ്ട്. അപ്പോൾ ഇങ്ങനെ ചുരുക്കി പറഞ്ഞാൽ സ്ത്രീകളെ റിജക്റ്റ് ചെയ്യുക എന്നുള്ളതല്ല, മറിച്ച് അവർക്ക് റിലാക്സേഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ വേൾഡ് വ്യൂവിലുള്ള ഒരു അടിസ്ഥാനം എന്നുള്ളതാണ്. ഉസ്താദ് പറഞ്ഞു വെച്ചു, കിമാമയ്ക്ക് ഏറ്റവും നല്ല മാതൃകപരമായ ഉദാഹരണമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിലെ ഏറ്റവും വലിയ കിവാമക്കുള്ള ഉദാഹരണം എന്താണ്? ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു കുടുംബനാഥൻ. ഭാര്യമാർക്ക് കൃത്യമായ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നീക്കി വെച്ചിരുന്നു. അവരോട് വളരെ സന്തോഷത്തോടെ ഇടപെടുമായിരുന്നു. 25-ാം വയസ്സിലാണ് ഖദീജ ബീവിയെ കല്യാണം കഴിക്കുന്നത്. അവർ രണ്ടുപേരും പിന്നീട് 25 വർഷത്തിലധികം ഒരുമിച്ച് ജീവിച്ചു. അതിനുശേഷമാണ് പിന്നീടുള്ള വിവാഹങ്ങളൊക്കെ നടക്കുന്നത്. നബിയുടെ 40 വയസ്സും കഴിഞ്ഞ് ഇതിന് ശേഷമാണ് പിന്നീടുള്ള വിവാഹങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ അതിലുള്ള പെരുമാറ്റങ്ങളൊക്കെ നമ്മൾ ചരിത്രത്തിൽ വ്യക്തമായി ഇടം നേടിയതാണ്. ഇപ്പോൾ ആയിഷ ബീവിയുമായുള്ള വിവാഹത്തെക്കുറിച്ചൊക്കെ ഒരുപാട് വിവാദങ്ങളുണ്ട്, കുഞ്ഞായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ കുഞ്ഞായ ആയിഷയെ അല്ല നമ്മൾ കാണേണ്ടത്. ആയിഷ ബീവി കല്യാണം കഴിച്ചപ്പോൾ കുഞ്ഞായിരുന്നു, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ ഒരു കൗമാരക്കാരിയെ, ഒരു ചെറുപ്പക്കാരി കുട്ടിയെ വിവാഹം കഴിച്ചാൽ പിന്നെ എന്തെല്ലാം ദുരന്തങ്ങൾ സംഭവിക്കുമെന്ന് ഇന്ന് ആധുനിക ലോകം കാണുന്നുവോ, അതൊന്നും നബിയുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പം അങ്ങനെയാണ് നബി ആ വിഷയത്തിൽ മാതൃകയാവുന്നത്. മാത്രമല്ല, ആ പ്രായം കുറഞ്ഞ ആയിഷയെ അല്ല നമ്മൾ കാണേണ്ടത്. ആയിഷ വളർന്നു, ആയിഷ ഒരു പണ്ഡിതയായി തീർന്നു, നബിയോടൊപ്പം ജീവിച്ചൊരു പണ്ഡിതയായി തീർന്നു. നബിയുടെ വഫാത്തിന് ശേഷം അവിടെയുള്ള വലിയ പണ്ഡിതരായ സ്വഹാബികളോടൊക്കെ ആയിഷ ബീവി പിന്നെ തർക്കങ്ങളിലും ഡിബേറ്റുകളിലൊക്കെ ഏർപ്പെട്ടു. അങ്ങനെ വലിയൊരു നോളജ് പ്രൊഡ്യൂസ് ചെയ്തു. വലിയ ഇസ്ലാമിലെ വലിയ ജ്ഞാനരൂപങ്ങൾക്ക് പിന്നെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന തരത്തിലുള്ള ചർച്ചകളിലൊക്കെ ആയിഷ ഉമ്മ ഏർപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഒരു ആയിഷയെയാണ് നമ്മൾ ചരിത്രത്തിൽ നിന്നും കാണേണ്ടത്. ആയിഷ എന്ന് പറഞ്ഞാൽ, ആയിഷ ഉമ്മ എന്ന് പറഞ്ഞാൽ 15-ാം വയസ്സിൽ മരണപ്പെട്ടു പോയിട്ടൊന്നുമില്ലല്ലോ. ഒരുപാട് കാലം അവർ വീണ്ടും ജീവിച്ചിട്ടുണ്ട്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ കൃത്യമായിട്ട്
ചാണോട് ചാൺ പിന്തുടരുകയും ചെയ്തിട്ടുണ്ട്. അപ്പം നബിയിൽ അവർ അസംതൃപ്തരാണെങ്കിൽ അവർ നബിയുടെ മെസ്സേജിനെ റിവൈവ് ചെയ്യാൻ വേണ്ടി പിന്നെ ജീവിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അവരുടെ ജീവിതം ഒട്ടാകെ സമർപ്പിച്ചത് നബി കൊണ്ടുവന്ന മെസ്സേജിനെ, ആ ഒരു സത്യസന്ദേശത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും ആളുകളിൽ പ്രചരിപ്പിക്കാനും വേണ്ടിയിട്ടാണ്. അപ്പം നബിയുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഇത് വളരെ സുഖകരമായ പിന്നെ ഒരു മാതൃക, നമുക്ക് മാതൃകാപരമായ പല കാര്യങ്ങളും നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെ അടുത്തതായി ചോദിക്കാനുള്ളത്, ചിലർ പറയുന്നത് കിവാമ എന്നത് സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്നു, സ്ത്രീയുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കുന്നു. ഇസ്ലാമിക കാഴ്ചപ്പാടിൽ കിവാമ സ്ത്രീകളുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കുന്നുണ്ടോ അതോ അനുസരിക്കുന്നുണ്ടോ? ഇത് ഈ സ്ത്രീ പുരുഷൻ കിവാമ എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ സംഭവമാക്കേണ്ട ആവശ്യമില്ല. എല്ലാ സമൂഹങ്ങളിലുള്ളതാണ്. പുരുഷന്മാർ കുറച്ച് ടഫായ ജോലികൾ ഏറ്റെടുക്കും, സ്ത്രീകളെ സംരക്ഷിക്കും. മൃഗങ്ങൾക്കിടയിലും ഇപ്പോൾ LGBT വിഷയങ്ങളൊക്കെ, ഹോമോസെക്ഷുവാലിറ്റി ഒക്കെ വാദിക്കാൻ വേണ്ടി പറയും, മൃഗങ്ങൾ അങ്ങനെയാണല്ലോ എന്നൊക്കെ പറയും. എല്ലാ മിക്ക ജീവികൾക്കിടയിലും നടക്കുന്ന ഒരു പ്രക്രിയയാണ്. ആണുങ്ങൾ ടഫായ കാര്യങ്ങൾ ഏറ്റെടുക്കും, പിന്നെ പെണ്ണുങ്ങളെ സംരക്ഷിക്കും, അമ്മമാരെ സംരക്ഷിക്കും, ഉമ്മമാരെ സംരക്ഷിക്കും എന്നുള്ളൊരു രീതി. അപ്പോൾ എല്ലാ സമൂഹങ്ങളിലും ഇതുണ്ട്. മനുഷ്യന്മാർക്കിടയിലും എല്ലാ മതക്കാർക്കിടയിലും ഇതൊക്കെ ഉണ്ട്. പക്ഷെ മനുഷ്യ ജീവിതത്തിൻ്റെ ബേസിക് യൂണിറ്റ് എങ്ങനെ ആയിരിക്കണം എന്നതിനെക്കുറിച്ച് ഒരു വ്യക്തമായ കാഴ്ചപ്പാട് ഖുറാനിൽ പറയുന്നത് പോലെ വേറെ എവിടെയും പറയുന്നില്ല. അത് ആ ചാർജ് പുരുഷന് കൊടുക്കുന്നു. അത് വ്യക്തമായിട്ട് അവൻ കൃത്യമായി നിർവഹിച്ചിട്ടില്ലെങ്കിൽ പിന്നെ പുരുഷന് അള്ളാഹുവിൻ്റെ ശിക്ഷയുണ്ടാവും, വിചാരണ ഉണ്ടാകും എന്ന അടിസ്ഥാനത്തിൽ ഒരു മതവും ഇത്ര വ്യക്തമായിട്ട് സ്ത്രീ പുരുഷ ബന്ധങ്ങളെ നിർണയിച്ച് നമ്മൾ കണ്ടിട്ടില്ല. സാധാരണ സമൂഹത്തിൽ നടന്ന കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നു എന്നല്ലാതെ. അപ്പോൾ പറയുന്നത് കേട്ടാൽ തോന്നും ഇസ്ലാമാണ് കാര്യമായിട്ട് സ്ത്രീകളെ നിയന്ത്രിച്ചത്. അങ്ങനെയൊന്നുമല്ല. മനുഷ്യ സമൂഹം സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ജീവിക്കുന്നിടത്തൊക്കെ പ്രശ്നങ്ങളും അഡ്ജസ്റ്റ്മെൻറ്റുകളും പിന്നെ പരസ്പരം പങ്കുവെക്കലുകളും ഒക്കെ നടന്നിട്ടുണ്ട്. അത് മുസ്ലിങ്ങൾക്കിടയിലും നടന്നിട്ടുണ്ട്. പക്ഷേ ഈ വിഷയത്തിൽ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഇസ്ലാം മുന്നോട്ട് വെച്ചതുപോലെ, ഖുർആൻ മുന്നോട്ട് വെച്ചതുപോലെ മറ്റു ഗ്രന്ഥങ്ങളോ മറ്റു ട്രഡീഷനുകളോ മുന്നോട്ട് വെക്കുന്നില്ല. ഇന്നിപ്പോൾ ലോകത്ത് നടമാടിക്കൊണ്ടിരിക്കുന്നത് ലിബറലിസമാണ്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാത്ത മാതൃക എന്ന നിലയിലാണ്. പക്ഷേ കുടുംബത്തിൽ നിന്നും സ്ത്രീയെ പുറത്തിറക്കി കൊണ്ടുപോയി സ്ത്രീക്ക് വരുമാനവും കരിയറും പ്രൊഫഷനും ഒക്കെ ഉണ്ടാക്കി കൊടുത്താൽ എല്ലാവിധ പുരോഗമനവും സാധ്യമാവും എന്നുള്ളതാണ് ഒരു തിയറി. അതൊരു വിശ്വാസം മാത്രമാണ്. സ്ത്രീ അവളുടെ ജോലിയിടങ്ങളിൽ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പുരോഗമന ഇടം എന്നറിയപ്പെടുന്ന സ്ഥലങ്ങളാണ് സിനിമാ ലോകവും അതുപോലെ എൻ്റർടൈൻമെൻറ്റ് ലോകമൊക്കെ. അവിടെയാണ് സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ ഫാൻസും ഉള്ളത്, പിന്നെ സമ്പത്തും എല്ലാം അവിടെയാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ പിന്നെ സ്ത്രീയെ ഒബ്ജക്റ്റിഫൈ ചെയ്തതിൻ്റെ പ്രത്യാഘാതങ്ങളും സെക്ഷലി ഹറാസ്മെൻറ്റുകളും ഒക്കെ അത്തരം സ്ഥലങ്ങളിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുടുംബ വ്യവസ്ഥയിൽ നിന്നും സ്ത്രീയെ ഡിറ്റാച്ച് ചെയ്തു എന്നുള്ളത് കൊണ്ട് ഇവിടെ പുരോഗമനം ഉണ്ടാവുകയോ ആണുങ്ങൾ നന്നാവുകയൊന്നുമില്ല. ആണുങ്ങൾ നന്നാവണമെന്നുണ്ടെങ്കിൽ ആണുങ്ങൾക്ക് ആത്മീയമായ തസ്കിയത്തും പിന്നെ ആത്മീയമായ ശിക്ഷണവും കൊടുത്തിട്ട് ശരീരത്തെ നിയന്ത്രിക്കാനും മനസ്സിനെ കൺട്രോൾ ചെയ്യാനൊക്കെ ഉള്ള പരിശീലനം കിട്ടുക എന്നുള്ളതാണ്. അല്ലാതെ കുടുംബം തകർന്നു കഴിഞ്ഞു എന്നുള്ളതുകൊണ്ട് പുരുഷൻ സ്ത്രീയെ ചില കാര്യങ്ങളിൽ സ്ത്രീയുടെ ചാർജ് ഏറ്റെടുത്തു എന്നുള്ളതുകൊണ്ട് മാത്രം ആണ് ലോകം തകർന്നു പോയി, അതാണ് ശരിയാക്കി കളഞ്ഞാൽ എല്ലാം കൂടെ ശരിയാവും എന്നൊന്നും വിശ്വസിക്കേണ്ടതില്ല. അത് തീർത്തും അന്ധവിശ്വാസമാണ് എന്നാണ് നമുക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ ഉസ്താദ് പറഞ്ഞു വെച്ചു, കുടുംബജീവിതത്തിൽ പലപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ കുടുംബങ്ങളുമായി പരസ്പരം ചർച്ച ചെയ്ത് കൂടിയാലോചനകൾ നടത്തുന്നതിൻ്റെ നിർണായകമായ വിധി എന്താണ്? അത് ലൈഫ് സ്കില്ലുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇപ്പോൾ പലർക്കും പല ഇഷ്ടങ്ങളുണ്ടാവും. ഭാര്യയ്ക്ക് കുറച്ച് ഇഷ്ടങ്ങളുണ്ടാവും, ഭർത്താവിന് കുറേ ഇഷ്ടങ്ങളുണ്ടാവും. പിന്നെ ആ ഇഷ്ടങ്ങളെ മീഡിയയും പിന്നെ ഇപ്പോൾ പോപ്പുലർ കൾച്ചറൊക്കെ സ്വാധീനിക്കുകയും ചെയ്യാം. ഇപ്പോൾ ഒരു ഭാര്യ വാട്സപ്പിലോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്ഥിരം കുറേ സമയം ചിലവഴിക്കുന്ന ഒരു ഭാര്യയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവൾ സ്ഥിരമായിട്ട് കാര്യങ്ങളെ ഇപ്പോൾ പല ആളുകളും കുടുംബക്കാരും ഫ്രണ്ട്സൊക്കെ ടൂർ പോകുന്നതൊക്കെ അവൾ കാണുന്നുണ്ടെങ്കിൽ, അതിൻ്റെ സ്റ്റോറിയും സ്റ്റാറ്റസൊക്കെ അവൾ കാണുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവൾ ഭർത്താവിൽ സമ്മർദ്ദം ചെലുത്തും, നമുക്കും പോവാം. പക്ഷേ ഭർത്താവ് ഒരുപാട് അതിന് വഴങ്ങി കൊടുക്കുകയും ചെയ്യും. സ്വാഭാവികമാണ്, അവർ ഒരുമിച്ച് പോകും. പക്ഷേ സ്വന്തം ഇഷ്ടം എന്നതിലപ്പുറം പുറത്തു നിന്നുള്ള സ്വാധീനങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ച് ഭർത്താവിന് തൻ്റെ ബജറ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതാവും. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ പിന്നെയുള്ള ഓപ്ഷനിൽ എന്നാൽ പിന്നെ ഭാര്യയും കൂടിയാണ് ജോലിക്ക് പോവുക. രണ്ടാളും കൂടി ജോലിക്ക് പോയി രണ്ടാളും കൂടി സമ്പാദിക്കുന്നു, രണ്ടുപേരും കൂടെ യാത്ര ചെയ്യുന്നു, ഓക്കെ, അങ്ങനെയും ആവാം. പക്ഷെ അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇവർക്ക് ലെയ്ഷർ ടൈം ഇവർക്ക് കിട്ടൂല. രണ്ടുപേരും ജോലിയിലാണ്, രണ്ടുപേരും തിരക്കിലും, അതിൻ്റെ ജോലി വർക്ക് പ്രഷറുണ്ട്, സമ്മർദ്ദങ്ങളുണ്ട്. പിന്നെ അവർക്ക് ലെയ്ഷർ ടൈം കിട്ടണം എന്നുണ്ടെങ്കിൽ അതിനവർ പേ ചെയ്യണം. അതിന് മറ്റേ റിസോർട്ടുകളിലേക്കോ മറ്റോ പോയി പേ ചെയ്യണം. അതല്ലാതെ ആണ് മാത്രം ജോലിക്ക് പോകുന്ന കുടുംബമാണെന്നുണ്ടെങ്കിൽ
പിന്നെ ഇവർക്ക് കുറച്ചും കൂടെ ലേഷ്യർ ടൈം കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇഷ്ടങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മൾ സ്നേഹിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ സാക്രിഫൈസ് ചെയ്യുക. അപ്പോൾ ഭർത്താവ് ഭർത്താവിൻ്റെ ഇഷ്ടങ്ങൾ കുറേ ഭാര്യയ്ക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യും, ഭാര്യ ഭാര്യയുടെ ഇഷ്ടങ്ങൾ കുറേ ഭർത്താവിന് വേണ്ടി സാക്രിഫൈസ് ചെയ്യും. ഇങ്ങനെ തന്നെയാണ് പ്രണയബന്ധങ്ങൾ മൊത്തത്തിൽ നടന്നു പോകുന്നത്. പിന്നെ അപ്പോൾ കുടുംബത്തിൽ മാത്രം പ്രത്യേകിച്ച് വേറൊരു നിയമം നമുക്ക് നടപ്പാക്കാൻ കഴിയില്ല. പിന്നീട് ചോദിക്കാനുള്ളത് ഇന്നത്തെ ലോകത്തെ സ്ത്രീകളുടെ നേതൃ പങ്കാളിത്തത്തെ കുറിച്ചാണ്. സ്ത്രീകൾ രാഷ്ട്രീയത്തിലെല്ലാം അധികരിച്ചു വരുന്നൊരു സാഹചര്യമാണ് ഇന്നുള്ളത്. ഇസ്ലാം സ്ത്രീകളെ സാമൂഹികമായി പൂർണ്ണമായും നിയന്ത്രിക്കുന്നുണ്ടോ, അതുമല്ലെങ്കിൽ അവരുടെ സമീപനത്തെ ഒരു വ്യവസ്ഥാപിതമായ ഒരു സമീപനമായിട്ടാണോ കണക്കാക്കപ്പെടുന്നത്? തീർച്ചയായിട്ടും വ്യവസ്ഥാപിതമായ ഒരു സമീപനമാണ്. നേരത്തെ അത് വിശദീകരിച്ചു. പിന്നുള്ളത് സ്ത്രീയുടെ വ്യക്തി എന്നുള്ള നിലക്ക് സ്ത്രീ പാലിക്കേണ്ട കുറേ കാര്യങ്ങളാണ്. അത് പിന്നെ ഔറത്ത് മറക്കുന്നതുമായി ബന്ധപ്പെട്ടും പരപുരുഷന്മാരുമായി ഇടപഴകുന്നതിൽ പാലിക്കേണ്ട മോഡസ്റ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നെ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഗാർഹികമായ അവൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിനെ സാക്രിഫൈസ് ചെയ്തിട്ട് അവൾ പൊതുരംഗത്ത് ആളുകളെ നന്നാക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെതായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവും. അതിപ്പോൾ ഇസ്ലാം പറയണമെന്നില്ല, അത് നമ്മൾ നേരിട്ട് കാണുന്ന അനുഭവമാണ്. പിന്നെ അവളുടെ പ്രസവ സമയം നീക്കി വെച്ചു. എന്നിട്ട് അവൾ ജോലി ചെയ്യുന്ന കോർപ്പറേറ്റ് കമ്പനിക്ക് വേണ്ടിയിട്ട് അവൾ പ്രസവം നീട്ടിവെച്ചു. അവളുടെ പ്രൊഡക്ടിവിറ്റി മുഴുവൻ കമ്പനിക്ക് വേണ്ടി ചിലവാക്കുകയും കമ്പനിയുടെ ടാർഗറ്റ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ ആ സമയം ചിലവാക്കുകയും ചെയ്തു. അതിൻ്റെ ഫലം എന്താ വെച്ചാൽ കമ്പനി ലാഭത്തിലാവും, പക്ഷേ അവളുടെ ബയോളജിക്കൽ ടൈം അവസാനിക്കും. പ്രസവിക്കാനുള്ള നല്ല ആരോഗ്യമുള്ള കുഞ്ഞിനെ പ്രസവിക്കാനുള്ള സമയം മെഡിക്കൽ സയൻസ് തന്നെ പറയുന്നത് 35 വയസ്സ് വരെയൊക്കെയാണ് ഏകദേശം സമയം. അതിനുശേഷം മറ്റ് റിസ്കുകൾ ഉണ്ടാവാമെന്നാണ്. കുഞ്ഞിനും പ്രസവിക്കാൻ പോകുന്ന ആൾക്കും റിസ്കുകൾ ഉണ്ടാവാമെന്നാണ്. അപ്പോൾ പുരോഗമനവാദികൾ പഠിപ്പിക്കുന്ന നെറേറ്റീവ് ഈ ബയോളജിക്ക് എതിരാണ്. പരമാവധി സമയം പ്രസവിക്കാതെയും സൗന്ദര്യം കളയാതെയും സൗന്ദര്യം ഇടിഞ്ഞു പോകാതെയും പിടിച്ചു നിൽക്കുക, എന്നിട്ട് കമ്പനികൾക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കുക, അതുപോലെ പരസ്യ മോഡലുകളാണെങ്കിൽ കൂടുതൽ കോടികൾ കൂടുതൽ പരസ്യങ്ങൾ തന്നെ അഭിനയിച്ച് നേടുക എന്നൊക്കെയാണ്. പിന്നെ അതിനുശേഷം ഈ പരസ്യ കമ്പനിക്കാരും ഈ കോർപ്പറേറ്റ് കമ്പനിക്കാരൊക്കെ ഇവരെ വിട്ടുപോകുന്നൊരു സാഹചര്യമുണ്ട്. ഇവരുടെ സൗന്ദര്യമൊക്കെ അസ്തമിക്കുമ്പോൾ ഇവരെ വിട്ടുപോകും. പിന്നെ ഇവരെ ഈ ഒരു ഒറ്റത്തടി മാത്രമേ ബാക്കിയുണ്ടാവുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ കുടുംബത്തിൽ നിന്ന് കിട്ടേണ്ട സന്തോഷം കുടുംബത്തിൽ നിന്ന് തന്നെ കിട്ടണം. അപ്പോൾ കുടുംബവും വർക്ക് പ്ലേസും തമ്മിലുള്ള ഒരു ബാലൻസിങ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒന്ന് കോംപ്രമൈസ് ചെയ്യാതെ മറ്റേത് 100% നേടിയെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഒരു ബാലൻസിങ്ങിൽ അങ്ങനെ പോവുക എന്നുള്ളതേ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ അതിൽ ഇസ്ലാം എന്ത് പറഞ്ഞാലും ശരി ഇല്ലെങ്കിലും ശരി, ഇസ്ലാം അതിൻ്റെ ഓരോ സമയത്തെയും പ്രായോഗിക രീതികൾക്ക് വേണ്ടി വിട്ടുകൊടുക്കുകയാണ്. സ്ത്രീകളുടെ ഉത്തരവാദിത്തങ്ങൾ കോംപ്രമൈസ് ചെയ്യാതെ അവൾക്ക് എന്തും ചെയ്യാം. പുരുഷനും അങ്ങനെ തന്നെ, അവന് സ്ത്രീയോടുള്ള ഉത്തരവാദിത്തങ്ങൾ കോംപ്രമൈസ് ചെയ്യാതെ അവനും അവൻ്റെതായ കാര്യങ്ങൾ ചെയ്യാം. അങ്ങനെയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ എനിക്ക് ഉസ്താദിനോട് ചോദിക്കാനുള്ളത്, ഇന്നത്തെ സമകാലിക സാഹചര്യത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മുസ്ലിം കുടുംബത്തിന് ഉസ്താദിന് നൽകാനുള്ള ഏറ്റവും വലിയ മാർഗനിർദ്ദേശം എന്താണ്? കുടുംബജീവിതം മുന്നോട്ട് നയിക്കാൻ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു നിർദ്ദേശം എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും അവനവൻ്റെ പോക്കറ്റിന് അനുസരിച്ച് ജീവിക്കുക, അവനവൻ്റെ വരുമാനത്തിനനുസരിച്ച് ബജറ്റ് ഇടുക, അതിനനുസരിച്ച് ജീവിക്കുക. അയൽവാസിയും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലെ സെലിബ്രിറ്റിയും എങ്ങനെയാണ് ജീവിക്കുന്നത് അങ്ങനെ തന്നെ എല്ലാവർക്കും അങ്ങനെ ജീവിക്കണം എന്ന് വാശി പിടിക്കാതിരിക്കുക. എല്ലാവരും അവനവൻ്റെ പോക്കറ്റിലേക്ക് നോക്കുക, അവനവൻ്റെ പരിമിതികൾ മനസ്സിലാക്കുക, അവനവൻ്റെ ആഗ്രഹങ്ങൾ അവൻ്റെ പോക്കറ്റിൻ്റെ വലിപ്പത്തിനനുസരിച്ച് വെട്ടിച്ചുരുക്കുക, എന്നാൽ സന്തോഷത്തോടെ ജീവിക്കാം. അല്ലെങ്കിൽ വലിയ പ്രയാസമായിരിക്കും. പിന്നെ ഒരാൾക്കും സെറ്റിലാവാൻ കഴിയില്ല. നമ്മൾ പരസ്യവാചകങ്ങളൊക്കെ കേൾക്കാറുണ്ട്, 19-ാം വയസ്സിൽ ലൈഫ് സെറ്റ് എന്നൊക്കെ പരസ്യങ്ങളൊക്കെ കാണാറുണ്ട്. നിങ്ങളുടെ ആഗ്രഹം അവസാനിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്കൊരിക്കലും സെറ്റിലാവാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇത്ര മതി എന്ന് ആണിനായാലും പെണ്ണിനായാലും ഇത്ര മതി എന്ന് തോന്നുമ്പോൾ മാത്രമേ നമുക്ക് സെറ്റിലാവാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. ആഗ്രഹങ്ങൾ നമ്മെ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ളത് ശരിയാണ്, പക്ഷേ ആഗ്രഹിച്ചത് കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ നിരാശരായി പോകും. ആഗ്രഹിച്ചത് മുഴുവൻ കിട്ടിയാലും നമുക്ക് നിരാശ വരും. കാരണം പിന്നെ നമുക്ക് ആസ്വദിക്കാൻ കഴിയില്ല. ആഗ്രഹിച്ചത് മുഴുവൻ കിട്ടിയാൽ നമ്മുടെ ആസ്വദിക്കാനുള്ള ശേഷി നഷ്ടപ്പെടും. അപ്പോൾ ഏതെങ്കിലും ഒരു പരിധിയിൽ വെച്ച് ആഗ്രഹങ്ങൾ നിർത്തുകയും ഉള്ളത് കൊണ്ട് സന്തോഷത്തോടെ ജീവിക്കാനുള്ള മാനസികമായ ശേഷി, സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആർജിക്കുകയും ചെയ്താൽ വ്യക്തിജീവിതവും കുടുംബജീവിതവും ഒരുപോലെ സുഖകരമാവും എന്നുള്ളതാണ് പറയാനുള്ളത്. ഇത്രയും ലാളിത്യമേറിയ ഭാഷയിൽ കിവാമ എന്ന വിഷയത്തെക്കുറിച്ച് നമ്മോട് സംവദിച്ച ഉസ്താദ് റഷീദ് ഉദവി ഏലംകുളം ഉസ്താദിന് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.